ആയുർ ബിജു, എല്ലാ തവണയും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. കഴിഞ്ഞ തവണയും ഇടതുപക്ഷം നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പക്ഷേ ഉണ്ടായത് കൂട്ടത്തോൽവി. അതുകൊണ്ട് രാജ്യം ഭരിക്കാൻ പോകുന്ന BJP പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ഷൻ പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കുകയും പ്രചാരണത്തിനിറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എഡ്ജൊന്നും കിട്ടുമെന്നുള്ള ചരിത്രമൊന്നും തൽക്കാലം കേരളത്തിൽ ഇല്ല. അതല്ലേ? അതാണ് സമരാഗ്നി തുടങ്ങിയാണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത്. സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ഈ കേരളത്തിൽ ആകമാനമുണ്ടായ വിഷയങ്ങൾ, തെറിവിളിയും ഒന്നും ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല, അതൊക്കെ ഞങ്ങൾ വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുവാൻ കോൺഗ്രസിനായോ? നമ്മുടെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ജാഥ നടക്കുമ്പോൾ ഒരാളിന്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് എത്രയോ കാലഘട്ടങ്ങളായി കേരളത്തിൽ ജാഥ നടത്തിയിട്ടുണ്ട്. ഒരു നേതാവ് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പല കാലഘട്ടങ്ങളിലായിട്ട് ജാഥകൾ നടത്തിയിട്ടുണ്ട്. BJP നടത്തിയിട്ടുണ്ട്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ CPM-ഉം CPI-യും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരു നേതാവ്, രണ്ട് പേര്, അതായത് ഒരു വീട്ടിൽ രണ്ട് അച്ഛന്മാരുണ്ടാകുന്ന പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് സമാനമല്ലേ കോൺഗ്രസ്? അവിടെ തന്നെ ഇവർ സമരാഗ്നി പൊളിഞ്ഞില്ലേ? ഇനി ഇവർ തമ്മിൽ എന്ത് സൗഹൃദമായിരുന്നു. ഇടയ്ക്ക് കേട്ടു ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണെന്ന്. മൈ ഡിയർ, അതിന്റെ ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല. ആ മൈ ഡിയർ എന്ന് വിളിച്ച അത് നിങ്ങൾ ന്യൂസ് 18-നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എന്താണ്? കോൺഗ്രസിനെ കേൾക്കാൻ ആളില്ല എന്നേ. കോൺഗ്രസിന്റെ സമരാഗ്നിയുമായി ബന്ധപ്പെട്ട അവസാന പരിപാടിയിൽ പങ്കെടുക്കാൻ, അതായത് കോൺഗ്രസിനെ കേൾക്കുവാൻ ആളില്ലാതായി പോകുന്നു. K. സുധാകരനെ കേൾക്കാൻ അല്ലെങ്കിൽ VD സതീശനെ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് ആ പരിപാടി മാറി എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെ ഇവരെ കേൾക്കും? ഇവരെ കേട്ടാൽ ഐ വിൽ ഗോ ടു BJP, ഞാൻ നാളെ BJP-യിലേക്ക് പോകും. പക്ഷെ കോൺഗ്രസിനകത്ത് അല്ല ശ്രീ ആയുർ ബിജു, കോൺഗ്രസിനകത്ത് ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊന്നും ആദ്യമല്ലല്ലോ. ഇതൊക്കെ ആ പാർട്ടിയുടെ ഭാഗമായി എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഇപ്പോൾ VD സതീശനും K. സുധാകരനുമാണെങ്കിൽ മുമ്പ് മറ്റു രണ്ടുപേരായിരിക്കും, അതിനു മുൻപ് രണ്ടുപേരായിരുന്നു. ആ രീതിയിൽ പോകുന്നതല്ലേ ആ പാർട്ടി തന്നെ. ഞാൻ പറഞ്ഞതല്ല. അല്ലല്ല, എന്നെ താങ്കൾ എന്നെ മുഴുവിപ്പിക്കാൻ എനിക്ക് താങ്കൾ അവസരം തരണം. ഞാൻ വേണമെങ്കിൽ BJP-യിൽ പോകുമെന്ന് പറഞ്ഞ ഒരു KPCC പ്രസിഡന്റ്, അദ്ദേഹത്തെ കേൾക്കാൻ കോൺഗ്രസ്സുകാർ ഇരിക്കില്ല എന്ന്. എങ്ങനെ ഇരിക്കും? നാളെ ഇവർ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചിന്തയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ടാണ് ആ ചർച്ചയിൽ, അല്ലെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് ഒഴിഞ്ഞ കസേരകളിലേക്ക് ഇവർക്ക് സംവദിക്കേണ്ടി വന്നത്. ഇവിടെ റിജേഷൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. റിജേഷിന്റെ പത്തിലേക്ക് കേട്ടാൽ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് ഞങ്ങൾ നേടിയെന്ന് പറഞ്ഞു. റിജേഷ് ഈ ചർച്ചയിലുണ്ടെങ്കിൽ, ബഹുമാന റിജേഷെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 540 സീറ്റുകളുണ്ട് ഇന്ത്യയിൽ. നിങ്ങൾ എത്ര സീറ്റിൽ ഇപ്പോൾ മത്സരിച്ചു? എത്ര സീറ്റിൽ നിങ്ങൾ പാർലമെന്റിൽ അംഗങ്ങൾ, നിങ്ങൾക്ക് എത്ര പേരുണ്ട്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20ഓ 25ഓ പേര്. എവിടെ ചെന്ന് നിൽക്കുന്നു നിങ്ങൾ കോൺഗ്രസ്? അതിലേക്കാണ് നിങ്ങൾ ചർച്ച നടത്തേണ്ടത്. നിങ്ങൾ കേരളത്തിൽ ഞങ്ങൾ 19 സീറ്റ് വാങ്ങി എന്ന് പറയുമ്പോൾ ശരിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കുന്നത്, റിജേഷ് മത്സരിക്കുവാൻ ധൈര്യമുണ്ടോ? സുധാകരന് ധൈര്യമുണ്ടോ? K. മുരളീധരന് ധൈര്യമുണ്ടോ? ആർക്ക് ധൈര്യം? കൊടുക്കുന്ന സുരേഷിന് ധൈര്യമുണ്ടോ? ഞാൻ മത്സരിക്കാം കേരളത്തിൽ ഇന്ന മണ്ഡലത്തിൽ എന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും MP-മാരുണ്ടോ? ആരുമില്ല. അവിടെയാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. BJP-യുമായി കച്ചവടത്തിനാണ് ഇവർ നിൽക്കുന്നത്. കേരളത്തിൽ അതിന് സാധ്യത കുറവായതുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബഹുമാന ശ്രീകുമാർ സാർ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ LDF-ന് അജണ്ട ഇല്ല എന്ന് പറഞ്ഞു. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് LDF-ന് അജണ്ട ഇല്ല എന്ന് പറയുന്നത്? 2 തവണയായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ അജണ്ടകളോടുകൂടി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ അജണ്ട എന്ന് പറഞ്ഞാൽ
കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. ആ അജണ്ട ഞങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് അഥവാ കോൺഗ്രസിന് അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഉള്ള അജണ്ടയല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ളത്. കോട്ടയം ഉൾപ്പെടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. അല്ല, ശ്രീ ആയുർബിജു, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി എന്നുള്ളത് അത് പുതുമയല്ല എന്നുള്ളൊരു ഒരു പ്രസ്താവനകളാണല്ലോ മറ്റ് പാനലിസ്റ്റുകൾ പറയുന്നത്. അതിലൊക്കെ വസ്തുതയില്ല. ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റില്ല. ആരെ തീരുമാനിക്കും? കെ സുധാകരനെ തീരുമാനിക്കാൻ പറ്റുമോ? സുധാകരൻ നാളെ BJP-യിൽ പോയാൽ എന്ത് ചെയ്യും? KC വേണുഗോപാൽ നാളെ BJP പോയാൽ എന്ത് ചെയ്യും? എന്തിന് തിരുവനന്തപുരത്ത് അവരുടെ വലിയ നേതാവുണ്ടല്ലോ, KPCC അല്ല AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂർ. ഈ ശശി തരൂരിനെ തിരുവനന്തപുരത്തെ ജനങ്ങൾ കോൺഗ്രസുകാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഇദ്ദേഹം BJP-യോട് പോകില്ല എന്ന് ആര് കണ്ടു? അവിടെയാണ് പ്രശ്നം. ജനാധിപത്യ വിശ്വാസികൾക്ക് കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്ത് വോട്ട് ചെയ്യാൻ സാധ്യമാകില്ല. അവിടെയാണ് ശ്രീകുമാർ സാർ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അജണ്ട. ഇനി ഇവിടെ പലരും പറഞ്ഞു മറ്റ് പല സ്റ്റേറ്റുകളിലൊക്കെ ഞങ്ങൾ പല രീതിയിൽ. എന്തുകൊണ്ട് കോൺഗ്രസിന് മറ്റ് സ്റ്റേറ്റുകളിൽ ആം ആദ്മി പാർട്ടി പോലുള്ള സംഘടനകളുമായി യോജിച്ചു പോകേണ്ടി വരുന്നു? നിങ്ങൾ റിജേഷ് ചർച്ച കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മുൻകാലങ്ങളിൽ ഒരു സീറ്റ് പോലും ഒരു വ്യക്തികൾക്ക് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാതെ അതിനുള്ള മറുപടി ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുവാൻ കോൺഗ്രസ് എന്തിന് നേതൃത്വം നൽകി? അതായത് കോൺഗ്രസിന്റെ ഗതികേടൊന്ന് പരമഗതികേട്. അതെ, ഞങ്ങളുണ്ട്. ഗതികേട് കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ? അല്ലല്ല, കോൺഗ്രസിന്റെ പരമഗതികേട്. അതിനപ്പുറത്ത് എന്താണ് കോൺഗ്രസിന്? അല്ല, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഈ സംസ്ഥാന രാജ്യത്ത് മത്സരിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒരു മുന്നണി വിളിക്കുമോ? വിളിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് അതപ്പതിച്ചു പോയെന്നേ കോൺഗ്രസ്, മുച്ചൂട് മടിഞ്ഞുപോയി കോൺഗ്രസ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് സ്വയം ഉത്തരം പറയേണ്ടി വരും ഇടതുപക്ഷം. ആദ്യം ആ ഉത്തരം പറഞ്ഞ ശേഷമേ കോൺഗ്രസിലേക്ക് പോകാൻ പറ്റൂ. അല്ല, അവന്ന ദേശീയ തലത്തിൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്കൂടെ പ്രാതിനിധ്യമുള്ള ഒരു ഗവൺമെന്റ് വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഞങ്ങൾ അതുമായി സഹകരിക്കും. ഇടതുപക്ഷത്തിന് പണ്ട് പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടിയപ്പോൾ വാങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ശരി, ഞാൻ തിരികെ എത്താം.